അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും മനസ്സിലാക്കി തരട്ടെ, സന്തോഷവും ഐശ്വര്യവും നൽകട്ടെ. എൻ്റെ ഈ വോയിസ് എല്ലാവരും പൂർണ്ണമായി കേൾക്കണം. കേട്ടാൽ മാത്രമേ എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവുകയുള്ളൂ. എല്ലാവരും ഈ വോയിസ് കേട്ടതിന് ശേഷം എല്ലാവർക്കും നമ്മളോട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ വിട്ടുകൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജീവിതത്തിൽ സന്തോഷമില്ല, ജീവിതത്തിലൊരു ഐശ്വര്യമില്ല, എന്നും കഷ്ടപ്പാടാണ്, എന്നും വിഷമങ്ങളാണ്, പ്രയാസങ്ങളാണ്. ഒരു കച്ചവടം തുടങ്ങിയാൽ അത് പരാജയത്തിലാണ്, വീട്ടിലെന്നും പ്രശ്നങ്ങളാണ്. ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് എല്ലാവരും വിഷമം പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ ഐശ്വര്യം ഉണ്ടാവാനുള്ള ഒരു മാർഗം, ഒരു ബറക്കത്ത് ഉണ്ടാവാനുള്ള ഒരു വഴിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ദിവസമോ 2 ദിവസമോ ചെയ്താൽ മതിയാകൂല. അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും, നമ്മുടെ മനസ്സിലേക്ക് നോക്കും. അതുകൊണ്ട് ദിവസങ്ങളോളം, ഒരുപാട് ദിവസം കണ്ടിന്യൂ ചെയ്യുക, എന്ത് കാര്യമായാലും. കാരണം ഈ പറയുന്നത് നമുക്ക് അനുവദനീയമായ, നമുക്ക് ചെയ്യൽ നിർബന്ധമായ, അത്യാവശ്യമായ, ഇനി നമ്മുടെ കാര്യം നടന്നിട്ടില്ലെങ്കിലും നമ്മൾ ചൊല്ലുന്നതിനും പറയുന്നതിനും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുപാട് കൂലി കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു നഷ്ടവും നമുക്ക് വരാനില്ല, സംഭവിക്കാനില്ല. ഒരു ഖുർആൻ ഓതിയാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കും. നടന്നിട്ടില്ലെങ്കിലും നമുക്ക് വിഷമിക്കാനില്ല. ഓതിയതിനുള്ള കൂലി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പല മാർഗങ്ങളിലായി നമുക്ക് നൽകും. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും, നമ്മളെ ആഫത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഒന്നുമല്ലെങ്കിൽ ഇതിൻ്റെ പ്രതിഫലം നാളെ മഹ്ശറ വൻസഭയിൽ വെച്ച്, അള്ളാഹുവിൻ്റെ കോടതിയിൽ വെച്ച് അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും. അതിലൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും ഇതിൽ നമുക്ക് നഷ്ടം വരാനില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവാൻ, ബറക്കത്തുണ്ടാവാനുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. അതോടുകൂടി വുളൂ, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വുളൂ എടുക്കില്ല, ഈ വുളൂ നമ്മൾ പതിവാക്കുക. അങ്ങനെ വുളൂവും ബിസ്മിയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും, നമുക്ക് ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യും, സന്തോഷം ഉണ്ടാകും. അങ്ങനെ ചെയ്ത പല ആളുകളും എനിക്കറിവുണ്ട്. അവരുടെ ജീവിതത്തിൽ മുഴുവനും വുളൂ ഉണ്ടാക്കും, ബിസ്മി ചൊല്ലും. ഉദാഹരണം പറയാം, നമ്മളൊരു വാഹനത്തിലേക്ക് കയറുന്ന സമയത്ത് ആ വാഹനത്തിൻ്റെ ഡോറ് നമ്മൾ ചാവി കൊടുത്ത് ഡോറ് തുറക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ വാഹനത്തിൻ്റെ, ആ കാറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി സീറ്റിലേക്കടി ഇരിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാറ് സ്റ്റാർട്ടാക്കാൻ വേണ്ടി ചാവി കൊടുക്കലാണ്. ആ ചാവി കൊടുക്കുന്ന സമയത്തും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുപോലെ കാർ സ്റ്റാർട്ടാക്കി കഴിഞ്ഞ് നമ്മൾ മൂവ് ആക്കുകയാണ്. നമ്മൾ കാറ് ആ ഫസ്റ്റ് ഗിയറിലിട്ട് ഇങ്ങനെ സ്റ്റാർട്ടാക്കി പോകുന്ന സമയത്ത് അപ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തവക്കൽതു അലല്ലാഹ് ഇങ്ങനെ പറയാം. ഇങ്ങനെ ഒരു കാറിൻ്റെ കാര്യം ഉദാഹരണം പറഞ്ഞതാണ്. മാത്രമല്ല നമ്മളെ വീട്ടിൽ കയറുന്ന സമയത്ത്, നമ്മളെ കച്ചവടം ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ കയറുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ബിസ്മി ചൊല്ലാം. കച്ചവടത്തിൻ്റെ ഒരു സ്ഥാപനം രാവിലെ നമ്മൾ ഒരു സ്റ്റാർട്ടാക്കാൻ പോവാം. കച്ചവടത്തിൻ്റെ ഒരു സ്ഥാപനം, ഒരു കട നമ്മൾ തുറക്കാൻ പോവുകയാണ്. ആ തുറക്കുന്ന സമയത്ത് ആ ഷട്ടറിൻ്റെ വാതിൽ, അതിൻ്റെ ചാവി തുറക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാം. നമുക്കതിനൊന്നും ഒരു മുടക്കുമില്ല. ശേഷം ആ ഷട്ടർ ഇങ്ങനെ മേലോട്ട് പൊന്തിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ കടൻ്റെ ഉള്ളിലേക്കായിട്ട് കടക്കുമ്പോൾ, നമ്മളെ ജീവിതമാർഗ്ഗമാണ് നമ്മുടെ കട. ആ കടൻ്റെ ഉള്ളിലേക്കായിട്ട് കയറുമ്പോൾ വലത് കാല് വെച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുപോലെ കടൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ഇരിക്കുന്ന ഒരു സീറ്റ് ഉണ്ടാവും, കാഷ്യർ ആണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു സീറ്റ്, ആ സീറ്റിൽ ഇരിക്കുന്ന സമയത്തും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുപോലെ കസ്റ്റമറൊക്കെ വന്ന് സാധനം വാങ്ങുന്ന സമയത്തും ആദ്യമായി ഒരാൾ നമുക്ക് പൈസ തരാണ്. ആ സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തന്നെ പൈസ വാങ്ങി ബിസ്മി ചൊല്ലി മേശയിലിടുക.
അതുപോലെ ലാസ്റ്റ് രാത്രി സമയങ്ങളിൽ കട അടച്ച് പോരുന്ന സമയത്തും ഇതേപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞു പോരുക. ഇങ്ങനെ പതിവാക്കിയാൽ ഒരുപാട് ഗുണങ്ങൾ, മെച്ചങ്ങൾ നമുക്കുണ്ടാകും. അതുപോലെ അവൻ്റെ ജീവിതത്തിൽ അവൻ എന്താക്കുക, എപ്പോഴും വുളൂ നിത്യമാക്കുക. നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല വുളൂ ഉണ്ടാക്കേണ്ടത്, എല്ലാ സമയങ്ങളിലും അവനക്ക് വുളൂ ഉണ്ടാവണം. ഒരു വുളൂ ഉണ്ടാക്കി നമ്മൾ നിസ്കരിച്ച് ആ വുളൂ മുറിഞ്ഞാൽ വീണ്ടും വുളൂ ഉണ്ടാക്കുക. അതിന് വലിയ മുടക്കമൊന്നുമില്ല. നമ്മൾ സാധാരണ ബാത്റൂമിൽ പോകണം, അല്ലെങ്കിൽ പൈപ്പിൻ്റെ ചുവട്ടിൽ പോകണം, എന്നിട്ട് ഒന്ന് കൈയും കാലും കഴുകണം നിയ്യത്ത് വെച്ചിട്ട്, അങ്ങനെ വുളൂ ഉണ്ടാക്കുക. വുളൂ മുറിയുമ്പോൾ വീണ്ടും വുളൂ ഉണ്ടാക്കുക, വുളൂ മുറിയുമ്പോൾ വീണ്ടും വുളൂ ഉണ്ടാക്കുക. ഈ ബിസ്മി പതിവാക്കുക. ഇത് രണ്ടും നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും, ബറക്കത്തുണ്ടാകും, സന്തോഷമുണ്ടാകും. അതിലൊരു സംശയമില്ല. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി ഒരു 2-3 ആളുകൾ എനിക്ക് വിളിച്ച് റിപ്പോർട്ട് തന്നിട്ടുണ്ട്, രക്ഷപ്പെട്ടിട്ടുണ്ട്, നല്ല ഫലമുണ്ട്, നല്ല സന്തോഷമുണ്ട്, സുഖമുണ്ടെന്നൊക്കെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നല്ലൊരു കാര്യമാണ്. വുളൂ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. വുളൂ അത് അംഗശുദ്ധി വരുത്തലാണല്ലോ, എപ്പോഴും ശുദ്ധി ഉണ്ടാവുക. ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലി നിയ്യത്ത് വെച്ച് നമ്മൾ വുളൂ ഉണ്ടാക്കുക. എപ്പോഴും വുളൂ ഉണ്ടായിരിക്കണം. മാത്രമല്ല അത് മഹാന്മാരുടെ, വലിയ അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരുടെ അടയാളം കൂടിയാണ് എപ്പോഴും വുളൂ ഉണ്ടായിരിക്കുക, എപ്പോഴും ബിസ്മി ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. ഇത് രണ്ടും നിങ്ങൾ പതിവാക്കിക്കോളി. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ മുറാദുകളൊക്കെ അള്ളാഹു തആല ഹാസിലാക്കി തരട്ടെ. സന്തോഷവും ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിലും, നമ്മുടെ കുടുംബത്തിലും, നമ്മുടെ വീട്ടിലും, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലും മറ്റു ഏർപ്പാടിലൊക്കെ അള്ളാഹു നമുക്ക് ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.